ഹായ് ഓൾ, വെൽക്കം ടു പറൂസ് വേൾഡ്. സോ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇടിച്ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാനാണ് കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതൊക്കെ വെള്ളമൊക്കെ മാറിയിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, കൊട്ടത്തേങ്ങ. ഞങ്ങളെടുത്തത് 5 തേങ്ങയാണ്. സോ ഈ 5 തേങ്ങയുടെ പ്രിപ്പറേഷനാണ് കാണിക്കുന്നത്. ഓക്കെ, സോ അതിട്ട് ഇത് പൊടിച്ച് വയ്ക്കാം മിക്സിയിൽ. നെക്സ്റ്റ് വേണ്ടത് കായം, മുഴുവനായിട്ടുള്ള കായമാണ്. ആ കായത്തിന് നല്ല രീതിയിലൊന്ന് ഇതുമാതിരി ഒന്ന് വേവിച്ച് എടുക്കുക കേട്ടോ. നല്ല രീതിയിൽ അതൊന്ന് വെന്ത് കിട്ടിയതിന് ശേഷം നമുക്ക് അടുത്ത് ചേർക്കേണ്ടത് പരിപ്പാണ്. ആ കായം മാറ്റി വെച്ച ശേഷം എടുത്ത പരിപ്പ് ഇതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം. എല്ലാത്തിൻ്റെയും പച്ചച്ചവന്ന് മാറണം, ഒന്ന് വേവുകയും ചെയ്യണം കേട്ടോ. ഒന്ന് പരിപ്പ് ഇതുപോലെ ഈ ഒരു കണ്ടീഷൻ ആകുമ്പോഴത്തേക്കും പരിപ്പ് മാറ്റുക. സോ അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ഉഴുന്നാണ്, തോട് കളഞ്ഞിട്ടുള്ള ഉഴുന്ന്. അതും ഇതുമാതിരി തന്നെ നല്ല രീതിയിൽ വറുത്ത് അതും നല്ല രീതിയിലൊരു ഈ കടിച്ചാൽ പൊട്ടണ രീതിയിലൊക്കെ ആക്കി കഴിഞ്ഞിട്ട് ഒരു ബ്രൗണിഷ് കളറാകുമ്പോഴത്തേക്കും അത് നമുക്കെടുത്ത് മാറ്റാം. ഈ ഒരു 3 ഇൻഗ്രീഡിയൻറ്റും നമുക്കൊന്ന് തണുത്ത ശേഷം മിക്സിയിൽ അരച്ചെടുക്കുക വേണം കേട്ടോ. ഇതാണ് ഫസ്റ്റ് പ്രോസസ്സ്. തേങ്ങ ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ വച്ച ശേഷം ബാക്കി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, നമുക്കിത് മിക്സിയിൽ നല്ല രീതിയിൽ ഫൈനായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. സോ ഇത് പൊടിച്ച് നമുക്ക് മാറ്റി വെച്ചേക്കാം. അടുത്ത് നമുക്ക് നമ്മളെ തേങ്ങയിലോട്ട് തന്നെ നമുക്ക് വരാം. ഇത് പൊടിച്ച സംഭവമാണ് കേട്ടോ. ഇതുപോലെ നല്ല രീതിയിൽ പൊടിച്ചെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ജീരകം വേണം. ജീരകം ഇതുപോലെ വറുത്ത് വയ്ക്കുക. അടുത്ത് നമ്മുടെ തേങ്ങ വീണ്ടും നമ്മൾ വലിയ ചീനച്ചട്ടിയിലോ ഉരുളിയിലോ നിങ്ങൾക്ക് ഏതാണ് കൺവീനിയൻ്റ് അതിൽ വയ്ക്കുക. സോ നമുക്ക് അടുത്തത് അതിനകത്ത് കറിവേപ്പില ചേർക്കണം. കറിവേപ്പില മാത്രമല്ല, അതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും കൂടെ ചേർക്കണം. സോ ഇത് രണ്ടും ചേർത്തിട്ട് നല്ല രീതിയിൽ വറക്കണം, നല്ല മൂപ്പിക്കണം കേട്ടോ. നല്ല മൂത്തതിന് ശേഷമാണ് നമുക്ക് ഇതിൻ്റെ കൂടെ പൊടികളൊക്കെ ചേർക്കണം. അതിന് ശേഷമാണ്. അപ്പോൾ നല്ല രീതിയിൽ മൂത്ത് വന്ന ശേഷം നമുക്ക് അടുത്ത് ചേർക്കാൻ ഇൻഗ്രീഡിയൻറ്റ് മുളക് പൊടി ചേർക്കണം. മുളക് പൊടി ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കാം കേട്ടോ. മുളക് പൊടി ചേർക്കണം. അത് കഴിഞ്ഞ് അടുത്ത ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി അതുമാതിരി തന്നെയാണ്, ഒരു 2 ടേബിൾ സ്പൂണെങ്കിലും നിങ്ങൾ ചേർക്കേണ്ടി വരും. തേങ്ങയുടെ അളവനുസരിച്ച് നിങ്ങൾ എത്രത്തോളം ഇതിനെയും കാട്ടിലും തേങ്ങ എടുക്കുവാണെങ്കിൽ ഇതിൽ കൂടുതൽ ചേർക്കേണ്ടി വരും. സോ നല്ല രീതിയിൽ വറുത്തെടുക്കുക. സോ വറുത്തിട്ട ശേഷം നമുക്ക് ഇതിനെയും പൊടിക്കേണ്ടതാണ് മിക്സിയിൽ. സോ നമുക്കിത് പൊടിക്കണതിന് മുന്നേ ആയിട്ട് നമുക്കതിൻ്റെ കൂടെ പുളി ചേർക്കണം. പുളി ഉപ്പും കൂടെ ചേർത്ത് ഓരോരിക്കായിട്ട് നമ്മൾ പൊടിക്കും. ഇപ്പം അത്രയും നമുക്കൊന്നും ചേർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് പൊടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ പുളി ഉപ്പ് ചേർക്കുക. അടുത്ത സെറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെയും പുളി ഉപ്പ് ചേർക്കുക. എന്നിട്ട് നമ്മൾ വറുത്തിട്ടുള്ള പൊടികളും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത ജീരകവും വെളുത്തുള്ളി ഇത്രയും ചേർത്ത് വീണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് അതിന് തന്നെ വീണ്ടും മിക്സി ജാറിലോട്ട് ചേർത്തിട്ട് നല്ല രീതിയിൽ സ്മാഷായിട്ട് പൊടിച്ചെടുക്കുമ്പോഴത്തേക്കും ഈസി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി റെഡി. ഇത് നമ്മൾ ഇടിച്ചമ്മന്തിയാണ് പറയുക, അല്ലാതെ ചമ്മന്തി പൊടി എന്നും പറയാറുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് കഞ്ഞിക്കായിരുന്നാലും ദോശയ്ക്കോ ഇഡലിക്കോ ഇങ്ങനെ ഏതൊരിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാട്ടോ. എൻ്റെ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ട്രൈ ഇറ്റ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്. ബൈ. സപ്പോർട്ട് മീ പ്ലീസ്.